ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ, ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇവരെ ജയിക്കാൻ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ അതിലുള്ളത്? ഒന്ന് സുഹ്റാൻ മംദാനി, ഒന്ന് എർദോഗാൻ ഉണ്ട്, ഒന്ന് മുസ്തഫ കാംനെ ഉണ്ട്, പിന്നെ ഒന്ന് ഹെസ്ബുള്ളയുടെ തലവനുണ്ട്. ഈ 4 പേരെ വെച്ചിട്ട് ഇവരെ ജയിപ്പിക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട്, അതായത് ഞങ്ങൾ കുറേ തോൽപ്പിക്കാൻ നോക്കി, മക്കളെ പറ്റുന്നില്ല, ഞങ്ങൾ അമേരിക്കനെ കൂട്ടുപിടിച്ച് തോൽപ്പിക്കാൻ നോക്കി, ഗൾഫ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് തോൽപ്പിക്കാൻ നോക്കി, ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാ സ്ഥലത്തും ഹെസ്ബുള്ളയുടെ വക ഞങ്ങൾക്ക് അടിഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എർദോഗാൻ ആണെങ്കിൽ മറ്റ് നയതന്ത്രപരമായിട്ടുള്ള എല്ലാ തരത്തിലും ഞങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹ്റാൻ മംദാനി ആണെങ്കിൽ എഗെയിൻ അമേരിക്കയിലെ കാല് കുത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇയാളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാം എന്താ പറയുക, ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ കാംനി ആണെങ്കിൽ എട്ടം ബലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ബാക്കി ലോകത്തെ ജനങ്ങളെ ഇവരെ നിങ്ങൾ തോൽപ്പിക്കണേ എന്ന് പറഞ്ഞ് കരയേണ്ടി വരുന്ന ബെഞ്ചമിൻ്റെ അവസ്ഥ, അതായത് ജൂത ചെറ്റയുടെ അവസ്ഥയാണ് നമ്മൾ ഇന്നലെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാവിലെ തന്നെ കണ്ടു കാണും. ഇറാൻ അമേരിക്കൻ പട്ടാളക്കാരെ പിടിച്ചു കിട്ടുകയാണെങ്കിൽ, അത് ജീവനോടെ അല്ലാണ്ടേ നിങ്ങൾ പിടിച്ചു തരികയാണെങ്കിൽ ഓരോരുത്തർക്കും $30,000 ഓഫർ ചെയ്തിട്ടുള്ളത്. $30,000, ഏകദേശം 10-30 ലക്ഷം റുപ്യ എന്താ പറയുക, ഓഫർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. ഇറാൻ്റെ മിലിറ്ററി ഹെഡാണ് പുള്ളി. ഇന്നലെ അതൊന്ന് പറഞ്ഞു. ഇനി അത് മാത്രമല്ല, ഇന്ന് രാവിലെ ട്രംപിൻ്റെ മറ്റ് ചില വാർത്തകൾ കണ്ടു കാണും. അതായത് ഇത്രയും കാലം ഉത്തര കൊറിയനെ ഒരു രീതിയിലും പിടിക്കാൻ പറ്റാത്ത ട്രംപിനെ പറ്റി നമുക്കറിയാം. ദക്ഷിണ കൊറിയയായിട്ട് നല്ല ബന്ധം വെച്ച് ഉത്തര കൊറിയനെ അങ്ങ് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടാം എന്ന് ട്രംപ് വിചാരിച്ചു. അതൊക്കെ വെറുതായിപ്പോയി. ഇന്ന് ട്രംപ് രാവിലെ വിട്ട ഒരു പ്രസ്താവനയാണ്, അതായത് ട്രൂ സോഷ്യലിൽ വിട്ടിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് ഉത്തര കൊറിയ ഭരണാധികാരി കിം ജോങ്ങിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഞങ്ങളുടെ മുഖം എപ്പോഴും ഭയങ്കര പ്രസൻ്റാണ്, ഞങ്ങൾ ഭയങ്കര നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ദക്ഷിണ കൊറിയയ്ക്ക് ഒരു കൊട്ടും കൊടുത്തു. ദക്ഷിണ കൊറിയയും അതുപോലെ തന്നെ നമ്മുടെ US ആർമിയും കൂടെ സംയുക്തമായിട്ട് ഒരു സൈനിക പരിശീലന പ്രോഗ്രാം നടത്താൻ ഉണ്ടായിരുന്നു. വിത്തിൻ 20 ഡേയ്സിലാണ് നടത്താൻ വെച്ചിരുന്നത്. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളാണ് മൊത്തം അതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ഇവരുമായിട്ട് കൂടിയിട്ട് കാര്യമൊന്നുമില്ല, അത്ര വലിയ പരിപാടിക്കൊന്നും ഞങ്ങളില്ല, ഞങ്ങൾ അതൊക്കെ വെട്ടിച്ചുരുക്കി വളരെ ചെറിയ രീതിയിൽ ഒരു പേരിന് ആ പരിപാടി ഞങ്ങൾ നടത്തുകയുള്ളൂ. അതുമാത്രമല്ല, ഞങ്ങൾ ഇറാനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഇറാനെ യുദ്ധം ചെയ്യും, ഇറാൻ്റെ ന്യൂക്ലിയർ പവർ ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് അവർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ കൂടണം ദക്ഷിണ കൊറിയയോട് പറഞ്ഞപ്പം അവരൊറ്റ വാക്കിൽ നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞ പരിപാടിക്കൊന്നുമില്ല, ഉത്തര കൊറിയ കിങ് ആണ് ഞങ്ങളുടെ കിങ് എന്ന് പറഞ്ഞു വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ പറഞ്ഞ ട്രംപിൻ്റെത്. ആരൊക്കെ തൊട്ടിട്ടും ആരും പിടിക്കുന്നില്ല, കിട്ടുന്നില്ല. പിടിച്ചവന്മാർക്കൊക്കെ അടി കിട്ടുകയും ചെയ്തു. ഇപ്പോഴും ബോധം വെക്കാത്ത നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ കുറേ ഷേക്കുകൾക്കാണ്. അവന്മാരിപ്പോഴും ഇയാളെ അവസരം താങ്ങി നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവന്മാരും താങ്ങുന്നില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഇതുപോലെ വന്ന് വിലപിക്കേണ്ടി വരുന്ന ട്രംപിനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യലേ ട്രംപിൻ്റെ ഒരു അവസ്ഥ? നമ്മുടെ നാട്ടിലെ സംഘിക്ക് ഇപ്പോഴും ട്രംപ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വലിയ ഫ്രണ്ടൊക്കെയാണ്, ബാക്കിയുള്ളവർക്ക് അതൊന്നുമല്ല എന്നാണ് കാണിച്ചു തരുന്നത്. ഇനി ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ, വെസ്റ്റ് ഏഷ്യ എന്നുള്ള ഒരു പട്ടാളക്കാരൻ, US സോൾജറാണ്. പുള്ളി വന്നിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടെന്ന്. അതായത്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് മടുത്തു, ഇറാനെതിരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഈ പറഞ്ഞ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് യുദ്ധം വേണ്ടേ എന്ന് പറയുന്ന അമേരിക്കൻ പട്ടാളക്കാരുടെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഒരു വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം, കണ്ടു നോക്ക്. Whoa, that's the first time I've seen somebody in uniform say that. I'm sure he's going to catch a lot of shit. God bless him for saying that. But you know what? These kids are waking up and realizing they're not even fighting a war for this country. Fighting it for another country. Kids are starting to wake up. കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മറ്റ് വാർത്തകളൊക്കെ USS എബ്രഹാം ലിങ്കൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഡെയിലി തന്നെ നമ്മൾ അപ്ഡേറ്റ് തരുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത പറയാനുള്ളത്, നമ്മുടെ GCC കൺട്രീസിലെ രാജ്യങ്ങൾ ഇനി അമേരിക്കനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. ആ ഒരു വാർത്തയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന US സൈനിക താവളങ്ങൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വരികയാണ് എന്നാണ് ദ വാഷിങ്ടൺ പോസ്റ്റ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റൊക്കെ ഇത് വെറുതെ എടുത്ത് അടിച്ചു വിടുന്ന പത്രങ്ങളല്ല. കാരണം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ബേസുകൾക്കൊന്നും ഇവരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും, അമേരിക്ക അവിടെ ഉള്ളിടത്തോളം കാലം ഇറാൻ അടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും, ഇറാൻ്റെ കയ്യിൽ എണ്ണയാ തീരാത്ത അത്രയും എന്താ പറയുക ഐറ്റം മിസൈലുകൾ, പല പെടക്കണ സൈസ് സാധനങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടും ഇവരെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടി എന്നും കിട്ടിക്കൊണ്ടിരിക്കും
ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക, ചന്തിക്ക് നല്ല അടി കിട്ടുന്ന പോലെ നമ്മുടെ ഷെയ്ഖുമാർക്ക് അടി കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഈ ഗാസ ഈ പീസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ചർച്ച ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഈജിപ്തിൽ ഹമാസ് നേതാക്കൾ അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടർക്കിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്നിപ്പം ടെല്ലവീവിലോട്ട് മറ്റേ കുഷ്ണറും ബാക്കിയുള്ളവരും അമേരിക്കൻ പ്രതിനിധികൾ എത്തുന്നുണ്ട്. അവരവിടെ വന്നിട്ട് വീണ്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ഗാസ പീസ് കമ്മിറ്റിക്ക് ഒരു രീതിയിലും നെതന്യാഹുവിന് സമ്മതിച്ചു തരാൻ പറ്റാത്ത കാര്യമാണ്. ഇനി കാരണം അയാളുടെ വില അല്ലെങ്കിൽ അവിടെ പോയി കിടക്കുകയാണ്, തൊട്ടതെല്ലാം പഴച്ചിട്ടേ ഉള്ളൂ. ഇനി ഗാസയിലും കൂടെ പീസ് കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് തൂത്തെറിയപ്പെടും എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ ഇതിന് സമ്മതിക്കാത്തതും. ഇന്നലെ മറ്റേ ബംഗറിയോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, അതായത് ദിവസം 20, 30, 40 വെച്ചിട്ട് ഗസയിലുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കണം ഓരോ രാത്രിയും. അങ്ങനെ അവരെ മൊത്തം ആളുകളെ കൊന്നു തീർത്ത് കളയാം അവിടെയുള്ള മുസ്ലിങ്ങളെ ബാക്കിയില്ല. കാരണം അവർ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല എന്നും പറഞ്ഞിട്ടുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഗാസയിലെ പീസ് കമ്മിറ്റി എന്നും പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ זה לא סוד, אני חלקתי על ראש הממשלה, אני חושב שצריך לעשות סיכולים ממוקדים בעזה, כל לילה להוריד 30-40. לא רק אלה שמסכנים אותך באותו רגע. אין, יש שם אנשים שהם לא בני חיים, הם לא צריכים לחיות, הם לא אנשים, גם אני נותן להם מחמאה שאני קורא להם אנשים. ואני חושב שאנחנו צריכים להשתקם, א', בטיפול, בעזרה, בחיבוק של עם ישראל. ഈ പറഞ്ഞ ഇസ്രായേൽ ചെകുത്താന്മാരത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ലോകത്ത് അവർ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവറ്റകളാണ് ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാവേണ്ടത് എന്ന് പച്ചക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ടും ഗസയിൽ അങ്ങനെ തീരുമാനത്തിലോട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾക്ക് കണ്ണടച്ചിട്ട് ഇല്ല ഗസ പീസ് കമ്മിറ്റി വേണമെന്ന് പറയാൻ അവർക്ക് പറ്റുള്ളൂ. ഒരിക്കലും ഗസ തീർന്നോട്ടെ, പലസ്തീൻ തീർന്നോട്ടെ, നമ്മുടെ നെതന്യാഹു പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. അമേരിക്കക്ക് നേരിട്ട് ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെതന്യാഹു കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. അവൻ ദിവസം പറഞ്ഞ പോലെ രാത്രികളിൽ അവിടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പല ചർച്ചകൾ വരുന്നുണ്ട്. ആ ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം കഷ്ടപ്പെട്ട് അവിടുന്ന് പ്രതിനിധികൾ ഈജിപ്തിലോട്ടും അങ്ങ് ടെല്ലവീവിലോട്ടും ഒക്കെ പാറിച്ച് നിന്നിട്ട് ചർച്ചയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അറബ് രാജ്യങ്ങളും ഇതിൽ ഏത് രീതിയിൽ ഇപ്പോൾ ഖത്തറും ഉണ്ട്. ഇപ്പോൾ ഈജിപ്തിലുള്ള ഈ ഒരു കമ്മിറ്റിയിൽ ഖത്തറും ഉണ്ട്. ഖത്തറും അതിൻ്റെ എന്താ പറയുക ഡിസ്കഷനിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അവർക്കും കംപ്ലീറ്റ്ലി ഇറാനെ മാറ്റി നിർത്തിയിട്ട് ഈ ഇസ്രായേലിനെ കയറ്റി അമേരിക്കനും കൂടെ കൂട്ടിയിട്ട് ഇറാൻ അടിക്കുക, കൂട്ടത്തിൽ ഇവരുടെ താല്പര്യപ്രകാരം ഇങ്ങോട്ട് ഗസനെ തീർക്കാൻ, പലസ്തീൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള ചിന്തയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക് രാജ്യങ്ങളുടെ കോർഡിനേഷൻ അവിടെ പോകും. അവിടുത്തെ ജനങ്ങൾ തന്നെ അവർക്ക്, അവിടുത്തെ ഭരണാധികാരികൾക്ക് എതിരെയാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അമേരിക്കനെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴെങ്കിലും എന്നുള്ള വാർത്തകളാണ് പുറത്ത് വരുന്നത്. പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ ഇറാൻ സുപ്രീം നേതാവായിട്ടുള്ള ഖാലിബാബ് മറ്റൊരു പ്രസ്താവനയും കൂടെ, അതായത് ഇറാൻ്റെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുള്ളി. അതായത് ഇന്നലെ പുള്ളിയുടെ പ്രസ്താവന എങ്ങനെയായിരുന്നു, ഇറാൻ എല്ലാ രീതിയിലും നയതന്ത്രപരമായിട്ടും, അതായത് ഹോർമോസിൻ്റെ പ്രശ്നങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള കാഴ്ചകളും മറ്റു ഉപരോധങ്ങളുടെ കാര്യത്തിലും പിന്നെ ഈ സൈനിക ശക്തി എന്ന കാര്യത്തിലും ഈ ഇസ്രായേലിനെയും അമേരിക്കനെയും പൂർണ്ണമായിട്ട് ഞങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു അടിയറവ് ഇവരുടെ ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റുന്ന രീതിയിലുള്ള ബ്ലോക്കേഡുകളും ഹോർമോസിലെ ബ്ലോക്കേഡുകളും കാര്യങ്ങളും മാറ്റുക, ഞങ്ങളുടെ ഫണ്ടൊക്കെ വിട്ടു തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമ്മതിച്ചു തരിക എന്ന് മാത്രമേ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാനുള്ളൂ. കാരണം ഇസ്ലാമാബാദ് ഈ ക്ലോസുകൾ എത്രയൊക്കെയുണ്ട്, 14 ക്ലോസുകളുണ്ട്. അതൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തിരിച്ച് ഓപ്പൺ ചെയ്യും. അതല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടഞ്ഞിരിക്കും. നിങ്ങൾ എപ്പോൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഞങ്ങൾ എല്ലാവർക്കും തിരിച്ചടിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വിജയം ഏറെക്കുറെ ഞങ്ങളുടെ വിജയം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ ഇന്നലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം എന്താ പറയുക പറയാനുള്ളത്. ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ, ഗസയിലെ അവസ്ഥ ഒക്കെ ഇതാണ് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളത്. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ.